ഹലോ, ഞാൻ കുറച്ച് തിരക്കായിട്ടോ, അതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാത്തത്. എന്നിരുന്നാലും എൻ്റെ കുട്ടി കുട്ടി റെസ്ക്യൂസും ഫീഡിങ്ങൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇതെൻ്റെ ഒരു യാത്രയ്ക്കിടയിൽ കണ്ട 2 ഡോഗ്സിന് മരുന്ന് കൊടുക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പൂവാറാണ്. ഏതാണ്ട് 25 കിലോമീറ്റേഴ്സ് ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ ഞാൻ കുറേ ഗ്രൂപ്പ്സിലൊക്കെ ഇട്ട് നോക്കി, ആരെങ്കിലും അതൊരു പോവുകയാണെങ്കിൽ ഇവർക്കൊന്ന് മരുന്ന് കൊടുക്കാനായിട്ട്. പക്ഷേ കാര്യമായിട്ട് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും നേരത്തെ എത്തുവാണെങ്കിൽ അവർക്ക് അത്രയും ആശ്വാസമാകുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടറെ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് ഞാനും സുനിതയും കൂടെ സ്കൂട്ടറിൽ അങ്ങോട്ട് പോവുകയാണ്. നല്ല ചൂടായിരുന്നു, ഉച്ച സമയമായിരുന്നു. കാരണം നമുക്കറിയില്ല അവരെ കാണാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരാളെ കണ്ടു, ഒരാളെ കണ്ടില്ല. ആ കാണാത്ത ആൾക്കായിരുന്നു കൂടുതൽ ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒന്നും കൂടെ പോവേണ്ടി വരും. പക്ഷേ സാരില്ല, നമ്മൾ എന്തായാലും പോവും. അങ്ങനെ കണ്ടിട്ട് നമുക്ക് കാണാതെ പോകാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എന്തായാലും കുറേ ചോറൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ നമുക്ക് തന്നെ അറിയാമല്ലോ, ഈ പല യാത്രകളിലും നമുക്ക് പലരെ റെസ്ക്യൂ ചെയ്യണം, അല്ലെങ്കിൽ പലർക്കും എന്തെങ്കിലും ഫുഡെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് തോന്നിയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെ പറ്റുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വീണ്ടും അതിനുവേണ്ടി സമയം മാറ്റി വെക്കണം. ഇതാണ് കേട്ടോ ആൾ പൂവാർ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് മിക്കവാറും കാണുന്നത്. ആൾക്ക് കുറച്ച് അധികം സ്കിൻ ഇഷ്യൂ ഉണ്ടായി. ഈ ഫറൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അധികം മനസ്സിലാവാത്തത്. നല്ല രീതിയിൽ ഇൻഫെക്റ്റഡ് ആണ് സ്കിന്ന്. അതുപോലെ തന്നെ ആളുടെ കാലിനും ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തോ ആക്സിഡൻ്റ് ആയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമ്മൾ ഡോക്ടർ പറഞ്ഞ മെഡിസിനൊക്കെ ആൾക്ക് ഫുഡിൽ കൂടെ പൊടിച്ച് കൊടുക്കുകയും ചെയ്തു. ആൾ കഴിച്ചു, നല്ല രീതിയിൽ ആൾ ഫുഡ് കഴിച്ചു. പക്ഷേ വെള്ളമൊക്കെ കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല, അടുക്കുന്നേയില്ല. എനിക്ക് എന്താ വെള്ളം തന്നൊരു ആറ്റിറ്റ്യൂഡ് എന്നായിരുന്നു ആളുടെ ഫേസ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷെ ഞങ്ങൾ നോക്കി, പിന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അവിടെ തന്നെ വച്ചു. പക്ഷേ ആൾ കുടിക്കുന്നുണ്ടായിരുന്നില്ല, അറിയത്തില്ല. അങ്ങനെ വലിയ വെള്ളം കുടിച്ചൊരു ശീലമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ആൾ നമുക്ക് വാലൊക്കെ ആട്ടി ഒരു ബൈയൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. തിരിച്ച് വരുന്ന വഴിയിൽ വേറെയും കുറച്ച് ഡോഗ്സിനെ കണ്ടു കേട്ടോ. കുറച്ച് സ്കിന്നി ആയിട്ടുള്ള ഫുഡൊന്നും കിട്ടാത്തുള്ള കുറച്ച് ഡോഗ്സ്. അവർക്കൊക്കെ ഫുഡ് കൊടുക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരു 3-4 ഡോഗ്സ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റി. പക്ഷേ ഞങ്ങളുടെ ഇത് യാത്രയോടെ അവസാനിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഒന്നും കൂടെ പോയേ പറ്റുള്ളൂ. കാരണം മറ്റേ ഡോഗിനായിരുന്നു കുറച്ച് കൂടുതൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് എന്തായാലും മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ ആൾക്ക്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. അപ്പോൾ ഇനി ഒന്നും കൂടെ പോവേണ്ടി വരും.